ചിന്തയ്ക്കായി നമ്മൾ നോക്കുന്ന ഒരു വചനഭാഗം 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം. 1 പത്രോസ് 1:23, 1 Peter chapter 1 verse number 23. വചനം ഇങ്ങനെ പറയുന്നു: For you have been born again, but not to a life that will quickly end. Your new life will last forever because it comes from the eternal living word of God. Amen. സ്തോത്രം. എന്ന് വായിച്ച്. നശ്വരമായ ബീജത്താലല്ല അനശ്വരമായതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഒന്ന് ജനിച്ചവരാ. ഒന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായി നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജീവനോടെ നമ്മൾ ഭൂമിയിൽ വന്ന്, അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവനോടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ തിരുവചനം പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കണം. എങ്ങനെ നിങ്ങൾ വീണ്ടും ജനിക്കണം? നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടത് വചനത്താൽ അത്രേ വീണ്ടും ജനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം വചനം കേട്ടിട്ട് മാനസാന്തരം ഉണ്ടായി, വചനം കേട്ടിട്ട് പുതിയ സൃഷ്ടിയായവരൊക്കെ വീണ്ടും ജനിച്ചവരാ. ഇത് രണ്ടാം ജനനം അല്ലേ? ഈ രണ്ടാമത് ജനിച്ചാൽ തിരുവചനം പറയുന്നു, ഇത് എവിടുന്നായി ഈ ജീവൻ വരുന്നത്? ഇത് നിത്യജീവനാണ്. ഹല്ലേലൂയ. ഇത് മരിച്ചു പോകുന്നതല്ല, ഇത് നശിച്ചു പോകുന്നതല്ല, നിത്യതയോളം നിലനിൽക്കുന്ന ജീവനായിരുന്നു. പറഞ്ഞേ, എൻ്റെ അകത്ത് നിത്യജീവൻ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ? വചനം കേട്ട് ക്രിസ്തുവിലായത്, അല്ലെങ്കിൽ വചനം കേട്ട് ഹല്ലേലൂയ വിശ്വാസത്തിൽ വന്ന് ഓരോരുത്തരും സ്തോത്രം അവർ പുതിയ ജീവനകത്ത പുതിയ സൃഷ്ടികളാ. ഹല്ലേലൂയ. ഇത് നശിച്ചു പോകുന്നതല്ല, ഇത് നിത്യതയോളം നമ്മളെ കൊണ്ടുപോകാൻ ഉത്തരവാദിത്വമുള്ള ക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറയണം. എന്താന്ന് വെച്ചാൽ നിത്യജീവൻ അകത്ത് ക്രിസ്തുവിൻ്റെ വചനത്താൽ വന്നത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പം നശിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ സത്യമായ വചനം അകത്ത് കിടക്കുന്നത് കൊണ്ട് ഒരിക്കലും നശിച്ചു പോകത്തില്ല, ഒരിക്കലും തീർന്നു പോകത്തില്ല. സ്തോത്രം. ആർക്കും പറയാൻ പറ്റത്തില്ല ഹല്ലേലൂയ നിങ്ങൾ ജീവിക്കത്തില്ല എന്ന്. അപ്പോൾ ഒരു രോഗം വന്നാൽ ആ രോഗത്തിനെ വെല്ലുവിളിക്കാനായിട്ടുള്ള ശക്തി അകത്ത് കിടപ്പുണ്ട്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തോപ്പിച്ച് അതിനെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി, വചനത്തിൻ്റെ ശക്തി അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ശക്തി അകത്ത് കിടക്കുന്നത് ഇങ്ങനെ ബബിൾ ചെയ്ത് പുറത്തു വരണം. സ്തോത്രം. നമ്മുടെ അകത്ത് വെറുതെ അത് ഉണങ്ങിയിരിക്കുവല്ല ചെയ്യേണ്ടത്. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനം അകത്ത് വേര് പിടിച്ചിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കണം. ഓരോ സാഹചര്യത്തിനകത്തും ജീവനുള്ളത് കുതിച്ചു കയറും അല്ലേ? ജീവനുള്ളത് എവിടെയെങ്കിലും ഉറങ്ങി തൂങ്ങി ചത്തേ ചതഞ്ഞ് എന്ന് പറഞ്ഞ് കിടക്കുവോ? ഒരിക്കലുമില്ല. ജീവനുള്ളത് ഹല്ലേലൂയ എപ്പോഴും കുതിച്ച് പൊങ്ങി പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാ അല്ലേ? അവർ ഭയങ്കര എനർജറ്റിക്കാ. അവരെ പിടിച്ചിട്ട് ഒരിടത്തിരുത്തിയിട്ട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുമോ? അവരിയ്ക്കത്തില്ല. അവരെഴുന്നേറ്റ് കുത്തിമറിഞ്ഞ് ഓടി നടക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം അകത്ത് കിടപ്പുണ്ടെങ്കിൽ ഒരു സാഹചര്യവും ക്ഷീണിപ്പിച്ച് കളയല്ല, ഒരു സാഹചര്യവും നമ്മളെ ശൂന്യമാക്കല്ല, തളർത്തി കളയല്ല. സ്തോത്രം. ക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനം നമ്മളുടെ അകത്ത് ജീവൻ പകർന്ന് നമ്മൾ കുതിച്ചു കയറി മുന്നോട്ട് കയറി ഹല്ലേലൂയ ആ ജീവനില്ലാത്ത സാഹചര്യങ്ങളെയെല്ലാം നമ്മളുടെ അകത്തെ ജീവനാക്കി തീർക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ഈ തിരുവചനത്തിനെ കുറിച്ച് പറയുമ്പം എബ്രായരുടെ ലേഖനം 4-നകത്ത് പറയുന്നു, 4:12 വചനം ഇങ്ങനെ പറയുന്നു, For the word of God is alive and powerful. അപ്പം ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്താൽ അത്രേ നമ്മൾ നിത്യജീവനകത്തേക്ക് അല്ലെങ്കിൽ പുതിയ സൃഷ്ടികളായിരിക്കുന്നു. അപ്പോൾ ഈ തിരുവചനത്തിനെ കുറിച്ച് പറയുന്നു, ഇത് ജീവനുള്ളത് മാത്രമല്ല, ഇത് ശക്തിയേറിയതുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ജീവനകത്തുണ്ട്, ശക്തി അകത്തുണ്ട്. എന്നിട്ട് വചനം പറയുന്നു, ഇറ്റ് ഈസ് ഷാർപ്പർ ദാൻ ദ ഷാർപ്പസ്റ്റ് ടു-എഡ്ജ്ഡ് സ്വോർഡ് കട്ടിംഗ് ബിറ്റ്വീൻ സോൾ ആൻഡ് സ്പിരിറ്റ്. അതൊന്ന് മലയാളത്തിൽ വായിച്ച് 4:12 ഹെബ്രായർ.
ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളത്, ഇരുവയത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. അപ്പൊ ഏത് സാഹചര്യത്തിനെയും വെട്ടാം, ഏത് അവസ്ഥകളെയും വെട്ടിമാറ്റാം. ഹല്ലേലൂയ. എല്ലാത്തിനെയും അതിജീവിക്കുവാൻ ഉള്ള ശക്തി. അപ്പം അത് ഏത് വാളിനേക്കാട്ടിലും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിപ്പിക്കുക മാത്രമല്ല, വിവേചിച്ചറിയാനായിട്ടുള്ള കൃപയുണ്ട്. അല്ലയോ? ദൈവവചനത്തിനകത്തുള്ള ശക്തി, ഈ നമ്മൾക്ക് നിത്യജീവനകത്തേക്ക് നമ്മളെ കയറ്റിയ ഈ ദൈവവചനത്തിൻ്റെ ശക്തിക്ക് എത്രയേറെ ശക്തിയാണ്. അല്ലയോ? ആത്മാവിനെയും മജ്ജയെയും മാംസത്തിനെയും എല്ലാത്തിനെയും വേർതിരിക്കുവാനും ഓരോ ചിന്തകളെ വെളിപ്പെടുത്തുവാനും എല്ലാത്തിനും ശക്തിയുള്ളതാ. നമ്മളുടെ അകത്തെ ചിന്തകൾ മാത്രമല്ല, ഒരു ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്തെ ചിന്തകൾ വരെയും നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കർത്താവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ നമ്മളോട് പറയുന്നു, ഇറ്റ് എക്സ്പോസസ് അവർ ഇന്നർമോസ്റ്റ് തോട്ട്സ് ആൻഡ് ഡിസയേഴ്സ്. നമ്മുടെ എല്ലാ ചിന്തകളും എല്ലാ വിഷയങ്ങളും മലർന്ന് ദൈവസന്നിധിയിൽ കിടക്കുക. അതെല്ലായിടത്തും വെളിപ്പെട്ട് നിർത്തും. ഹല്ലേലൂയ. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. കർത്താവിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ സാഹചര്യത്തിന് വേണ്ട തക്കമായ ദൈവവചനം നമുക്ക് ലഭിക്കുന്നത് അല്ലേ? നമ്മളത് കേൾക്കുമ്പം പറയും, അയ്യോ ആ വചനം എനിക്ക് വേണ്ടിയുള്ളതാ, അല്ലെങ്കിൽ ഈ വചനം എൻ്റെ സാഹചര്യത്തിനുള്ളതാ. എന്താ? ദൈവവചനത്തിന് എല്ലാം വേർതിരിച്ചറിയാനായിട്ടുള്ള കൃപയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പലവരോടും ദൈവവചനം പറയുമ്പം അവർ പറയും, ആ ദൈവവചനം കേട്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസമുണ്ടായി, അതെന്നോട് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി എന്ന് പറയുന്നത്. എന്താ? ദൈവവചനം ജീവനുള്ളതാ അല്ലയോ? ഒരു മുറിക്കകത്ത് 10 പേരിരുന്നാൽ 10 പേരോട് 10 വിധത്തിൽ ഒരേ ദൈവവചനം ഇടപെടും. എന്താ? അവരുടെ ആ ദൈവവചനം ജീവനുള്ളതായത് കാരണം. സ്തോത്രം. ഈ ജീവനുള്ള ദൈവവചനം അകത്ത് കിടക്കുന്നത് കൊണ്ട് വീണ്ടും പറഞ്ഞേ, ഞാൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല, ഞാൻ ഒരിക്കലും തീർന്നു പോകത്തില്ല. സ്തോത്രം. എൻ്റെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ എല്ലാ സാഹചര്യങ്ങളും അറിയുന്ന നല്ല ദൈവവചനമാണ് എൻ്റെ അകത്ത് കിടക്കുന്നത്. സ്തോത്രം. തോൽവിയാകാൻ പറ്റത്തില്ലെന്നേ. ദൈവവചനം അകത്ത് കിടക്കുന്നത് കൊണ്ട് ഒരിക്കലും തോൽവിയായി പോകാൻ പറ്റത്തില്ല, തോറ്റുപോകാൻ സാധിക്കത്തില്ല. അല്ലേ? എനിക്ക് ജീവിതം മതിയെന്നോ ഈ സാഹചര്യം എന്നെ തോപ്പിച്ച് കളഞ്ഞെന്നോ എന്ന് പറഞ്ഞ് ഓടി ഒരു തോൽവിയാകാനായിട്ട് ഈ ജീവനുള്ള ദൈവവചനം നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 1:13 പറയുന്നു, ദേ ആർ റീബോൺ. അപ്പം വീണ്ടും ജനിക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുന്നവരെല്ലാം വീണ്ടും ജനിക്കപ്പെട്ടു. എങ്ങനെ ജനിക്കപ്പെട്ടു? നോട്ട് വിത്ത് എ ഫിസിക്കൽ ബർത്ത് റിസൾട്ടിങ് ഫ്രം ഹ്യൂമൻ പാഷൻ ഓർ പ്ലാൻ, ബട്ട് എ ബർത്ത് ദാറ്റ് കംസ് ഫ്രം ഗോഡ്. എന്ന് വായിച്ചേ. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്? അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യം പറയുന്നു, അതിന്റെ 12 പറയുന്നു, ബട്ട് ഓൾ ഹു ബിലീവ്ഡ് ഇൻ ഹിം ആൻഡ് അക്സെപ്റ്റഡ് ഹിം ഹി ഗേവ് ദം ദ റൈറ്റ് ടു ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. അപ്പൊ എങ്ങനെയാ ദൈവത്തിനെ കേൾക്കുന്നത്? എങ്ങനെയാ ക്രിസ്തുവിനെ കേൾക്കുന്നത്? എങ്ങനെയാ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത്? ദൈവവചനത്താലത്രേ. അപ്പം ജീവനുള്ള ദൈവവചനം കേട്ട് ആര് വിശ്വസിച്ച് കൈക്കൊള്ളുന്നോ ഇവർക്കൊക്കെ പുതിയ സൃഷ്ടികളാകാനായിട്ട് ദൈവം അവസരം കൊടുക്കുക മാത്രമല്ല, ഒരിക്കലും അവർ നശിച്ചു പോകത്തില്ല, അവർ വീണ്ടും ജനിച്ചവര് ആയിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും ജനിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മക്കളായി. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മക്കളായി. ഈ മക്കളായതോടെ കൂടെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അവകാശി ക്രിസ്തു യേശുവിനോടൊപ്പം കൂട്ടവകാശി ആയിത്തീർന്നു നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ഇതൊരു വലിയ രഹസ്യമായി, ഇതൊരു വലിയ രക്ഷയ്ക്കകത്തേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കളായവരെ ദൈവം ഒരു നാളും കൈവിടത്തില്ല, ദൈവം ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും തീർന്നു പോകാൻ സമ്മതിക്കത്തില്ല. തിരുവചനം യെശയ്യാവിൻ്റെ 40:29 വചനം ഇങ്ങനെ പറയുന്നു, ഹി ഗിവ്സ് പവർ ടു ദ വീക്ക് ആൻഡ് സ്ട്രെങ്ത് ടു ദ പവർലെസ്. ഹല്ലേലൂയ. ദൈവവചനം കേട്ട്
ജീവനിലേക്ക് വന്നവര്, പുതുക്കത്തിലേക്ക് വന്നവര് ആദ്യം ക്ഷീണിച്ചും തളർന്നും മരിച്ച അവസ്ഥയിലുമായിരുന്നു. പക്ഷെ ഇന്ന് ദൈവവചനം കേട്ട് വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവിൻ്റെ ശക്തിയാൽ അത്രേ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് ശക്തി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും വേണ്ട ശക്തിയും വേണ്ട ആരോഗ്യവും വേണ്ട മന്നയും കിട്ടിക്കൊണ്ടേയിരിക്കും. തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ 40 വചനം പറയുന്നു, ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം തന്നെ തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുത്തുകൊണ്ടേയിരിക്കും. ദൈവം എങ്ങനെ തൻ്റെ ജനത്തിന് കൊടുക്കുന്നത്? പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ രഹസ്യം മനസ്സിലാവുന്നത്. ദൈവവചനമായ മന്ന അകത്ത് കിടപ്പുണ്ട്. ഓരോ ദിവസവും നമ്മൾ ദൈവവചനം നമ്മൾ കേൾക്കും തോറും നമ്മുടെ ആത്മാവ്, നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഞാൻ പറയാം, പുറത്തെ മനുഷ്യൻ ക്ഷീണിക്കും, പുറത്തെ മനുഷ്യൻ പ്രായമാകും, പുറത്തെ മനുഷ്യൻ തളർന്നു പോകും, ഒക്കെയുണ്ട്. സാഹചര്യത്തിനെ കാണുമ്പം കണ്ണു തള്ളും. പക്ഷേ അകത്തെ മനുഷ്യനോ ദൈവവചനം ഭക്ഷിച്ച് ദൈവവചനം അകത്ത് കയറ്റി അകത്തെ മനുഷ്യൻ ബലമുള്ളവനാകും. അകത്തെ മനുഷ്യൻ ബലമുള്ളതാകുമ്പോൾ, ദ ഇന്നർ മാൻ ശക്തിയുള്ളതും ബലമുള്ളതുമാകുമ്പോൾ, സ്തോത്രം, പുറത്ത് നടക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ പേടിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ തിരുവചനം റോമൻസ് 8 പറയുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെട്ടവരെല്ലാവരും ദൈവമക്കളത്രേ. ഹല്ലേലൂയ. അവിടാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ വചനം കേട്ട് പുതുക്കത്തിൽ വന്നു, ജീവൻ പ്രാപിച്ചു, ബലപ്പെട്ടു, ഇങ്ങനെ ധൈര്യമുള്ളവരായി എന്നൊക്കെ അകത്തെ മനുഷ്യൻ അങ്ങനെ ആകുമ്പോൾ, അകത്തെ മനുഷ്യന് പിന്നെ പുറത്തെ മനുഷ്യനെയും കൂടെ നിയന്ത്രിക്കുന്നത്. ഇവിടാണ് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവര്. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് പുതുക്കത്തിൽ വന്നവരൊക്കെ ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ കത്തി ബലപ്പെട്ടിരിക്കും. ഈ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? പുറത്തെ മനുഷ്യനെ നയിക്കുവാനായിട്ട് തുടങ്ങും. പുറത്തെ മനുഷ്യനെ ഹല്ലേലൂയ ബലപ്പെടുത്തും. അകത്തെ മനുഷ്യൻ്റെ ശക്തി കൂടുമ്പോൾ പുറമെ ഹല്ലേലൂയ എന്തൊക്കെ സംഭവിച്ചാലും വലിയ ധൈര്യമുണ്ടാകും. ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ സാഹചര്യങ്ങളെ നോക്കി അയ്യോ പൊത്തോ എന്ന് പറയാൻ വേണ്ടി അല്ല വിളിച്ചിരിക്കുന്നത്. അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ ദിനം തോറും ശക്തിയും ബലവും ഉള്ളതായിരിക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, പുറത്തെ മനുഷ്യൻ ജീർണിച്ചു പോയി. എൻ്റെ പുറത്തുള്ളതൊക്കെ ജീർണിക്കും, എൻ്റെ പുറത്തുള്ളതെല്ലാം പ്രായമാകും, ക്ഷീണം വരും, ഒക്കെ വരും. പക്ഷെ എൻ്റെ അകത്തോ പുതുക്കം പ്രാപിച്ച് ആത്മാവിരിപ്പുണ്ട്. എൻ്റെ അകത്ത് ദൈവവചനമായ വിത്ത് വീണ് ഫലം കായ്ക്കുന്ന ഒരു ശക്തിയുള്ള ഒരു അകത്തെ മനുഷ്യൻ എൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് എല്ലാ മഹത്വവും. ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം നമ്മുടെ അകത്തിരുന്ന് പ്രകാശിക്കണം. ദൈവവചനം നമ്മുടെ അകത്തിരുന്ന് ശക്തി പകരണം. ഹല്ലേലൂയ. ഇന്ന് മറന്നു പോകല്ലേ, ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാ, ദൈവവചനത്താൽ വീണ്ടും ജനിച്ചതാ. ഞാൻ പറയട്ടെ, ദൈവവചനത്താൽ വീണ്ടും ജനിക്കാത്തവര് നിലനിൽക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ദൈവവചനമാണ് ഹല്ലേലൂയ എല്ലാ സാഹചര്യത്തിനകത്തും നമ്മളെ ബലപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, പിതാവായ ദൈവം ആരെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്, ഹല്ലേലൂയ രക്ഷയുടെ വഴിയും മാർഗവും അതിൻ്റെ പൊരുളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവവചനമാണ്. ദൈവവചനവുമായിട്ടിരിക്കണം, ദൈവവചനം ഭക്ഷിക്കണം. യിരെമ്യായുടെ പുസ്തകത്തിനകത്ത് പറയുന്നു, ദൈവവചനം ആർത്തിയോടെ ഭക്ഷിക്കണം. ഡിവൗർ ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവചനം ദിനം തോറും നമ്മൾ 3 നേരം ആഹാരം കഴിക്കും അല്ലേ? ഈ 3 നേരം ആഹാരം കഴിക്കുന്നതിലും ആർത്തിയോടെ നമ്മൾ ദൈവവചനം ഭക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു വചനം എടുത്ത് നമ്മൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അകത്ത് ഈ വചനം തീ കത്തുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. പറയണം, വീണ്ടും ഇന്ന് പറയണം, ഞാൻ ദൈവവചനത്താൽ ജനിച്ചവരാ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ തന്നെയാണ്. വചനം കേട്ടാണ് രക്ഷയിലേക്ക് വന്നത്. അതാണ് തിരുവചനം പറഞ്ഞത്, ആരെങ്കിലും പറഞ്ഞാലല്ലേ കേൾക്കത്തുള്ളൂ. സ്തോത്രം. ആരെങ്കിലും ചെന്ന് പറഞ്ഞാലല്ലേ കേൾക്കത്തുള്ളൂ. ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് കേൾവിയാലത്രേ. കേൾക്കുന്നത് എന്ത്? ദൈവവചനം കേട്ട് വിശ്വാസത്തിൽ വരുന്നവരാ എന്നേക്കും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവരോട് പോയി പറയണം. നിങ്ങളുടെ വീട്ടിനകത്തുള്ളവരോട് സുവിശേഷം പറയണം. സുവിശേഷം പറയുമ്പോൾ അവരൊക്കെ രക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന
ജീവിക്കുന്ന വചനം ഹല്ലേലൂയ സുവിശേഷമായി പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ഹൃദയം തുറക്കുന്നത് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണാൻ സാധിക്കും. അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ സാധിക്കും. ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന വചനം എടുത്തു പറഞ്ഞാൽ ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറയണം, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ തോറ്റു പോകത്തില്ല. എന്താന്ന് വെച്ചാൽ അനശ്വരമായ ദൈവവചനം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഒരിക്കലും കെടാത്തതും വാടാത്തതുമായ ദൈവവചനം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. തൻ്റെ വചനമായ വിത്ത് അകത്ത് വീണ് എല്ലാ മേഖലയിലും ജീവൻ പകരട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. എല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ഇന്ന് എൻ്റെ അകത്തുണ്ട് എന്നൊന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.